ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞു. ഇന്ന് നമ്മൾ തലക്കറിയാണ് വെക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് മീനും ഉണ്ടായിരുന്നു. അത് മുറിച്ചത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് പുളിയുണ്ട് ഈ വെള്ളത്തിയിട്ടേ. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ കുറച്ച് പച്ചമുളക്, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കരിവേപ്പില. അപ്പോൾ ഒരു ചട്ടി നമ്മളിങ്ങനെ വെച്ചു. എന്നിട്ട് അതിനകത്തേക്ക് ഇത് മീൻ കറിക്കുള്ളതാണ്, ഇത് തലയ്ക്കുള്ള ഇതാണ്, തലക്കറി വെക്കാനുള്ളതാണ്. അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഗൈസ്, നമ്മുടെ ഇരുന്ന മൊത്തം സാധനം തല വെക്കുന്ന പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മീൻ കഷ്ണം കറി വെക്കാനാണ്. ഇത് ഈ തലക്കറിയും രണ്ടും മൂപ്പിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുഞ്ഞു പീസാക്കി വെച്ചതിനകത്ത് ചട്ടിക്കകത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കുഞ്ഞു പീസാക്കി വെച്ചേക്കണം. പിന്നെ കുറച്ച് മുളക് പൊടിയും, രണ്ട് ടേബിൾ, പിന്നെ ഫിഷ് മസാല, നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലൊരു പരുവമാകും. കുറച്ച് നമ്മളെടുത്ത മൊത്തം പുളി അതിനകത്ത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ, 2 സ്പൂൺ ഉപ്പിട്ടാൽ മതിയേ. വെക്കണം. കറി വെക്കാനുള്ളതിനകത്തും കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടിയും മസാലയും, എല്ലാം കൂടി ഇട്ട് ഇളക്കണം. വെള്ളം ഒഴിക്കണം. പുളി മൊത്തം ഇട്ടോളൂ. കുറച്ചുപ്പും കൂടെ കൊടുത്താൽ മീൻകറിയും തലക്കറിയും റെഡി. നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കണം. ഇതിന് തലയും ഇട്ട് കൊടുക്കണം. മീൻ കഷ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നീ അവിടെ
നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്കിപ്പോൾ തലയിടാം. ഇനി തലയിട്ട് കൊടുക്കാമേ. കുറച്ച് നേരം അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ മീൻകറി. ഇങ്ങനെയാണ്.